അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്കത് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അല്ലാഹുവേ എന്റെ പാപങ്ങളെ എനിക്ക് നീ പുറത്തു തരണേ നാഥാ. വവസ്സിഅ ലി ഫീ ദാരി, വീട്ടിലെനിക്ക് നാഥാ നീ വിശാലതയെ തരണമേ. വബാരിക് ലി ഫീ റിസ്ഖി വബാരിക് ലി ഫീമാ റസഖ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകുന്ന റിസ്ഖിൽ എനിക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യണേ നാഥ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിലേക്ക് ഇണങ്ങിക്കിട്ടിയാൽ, ഒത്തിണങ്ങിയാൽ വളരെ ഐശ്വര്യമായ ഒരു ജീവിതമാണ് അവൻ്റെത്. പാപമുക്തമായൊരു ജീവിതം. അറിയാതെയും അറിഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാറുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നറിയുന്ന ഒരു ദിവസം വല്ലാത്ത സന്തോഷത്തിന്റെ ദിവസമാണ്. അതോടൊപ്പം തന്നെ വവസ്സിഅ ലി ഫീ ദാരി, അല്ലാഹുവേ എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലതയെ പ്രദാനം ചെയ്യണേ നാഥ എന്നുള്ളതാണ്. വീടില്ലാത്ത ധാരാളം ആളുകളെ നമുക്കൊക്കെ അറിയാം. ദുരന്തഭൂമികളിൽ ജീവിക്കുന്നവർ, യുദ്ധഭൂമികളിൽ ജീവിക്കുന്നവർ, തെരുവിളക്കിന് താഴെ കിടന്നുറങ്ങുന്നവർ, ഇങ്ങനെ വീടില്ലാത്ത കുറെ ആളുകൾ, വീടുള്ള വീട് തന്നെ അതിൽ താമസിക്കാൻ പരിമിതിയുള്ള ആളുകൾ, ഒരു മഴക്കാലം വരുന്ന സമയത്ത് തന്റെ വീടിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണണമെന്നുണ്ടെങ്കിൽ വിദൂരതകളിലേക്കൊന്നും നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ചുറ്റുഭാഗങ്ങളിൽ തന്നെ അത് നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിന്നാണ് സഹോദരങ്ങളെ ചോർന്നൊലിക്കാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു തൗഫീഖ്, ഒരു ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ ആരും കാണരുത്. അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ട, വീണ്ടും വീണ്ടും റബ്ബിനോട് നമ്മൾ ശുക്ർ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് താമസിക്കാൻ, കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂരയുണ്ട് എന്നുള്ളത്. അതില്ലാത്ത ജനങ്ങളുടെ ജീവിതം കാണുമ്പോഴാണ് എത്രമേൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്ന്